Okay, so we are moving to the next one. Last class സ്ലൈഡിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് നൗൺ ക്ലോസിനെ കുറിച്ചിട്ടാണ്. അതിൽ ക്ലോസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ പറഞ്ഞു. ഇനി അടുത്തത് മൂവ് ചെയ്യുന്നത് ആഡ്വേർബ് ക്ലോസിലേക്കാണ്. ആഡ്വേർബ് ക്ലോസ് എന്താണ് ആഡ്വേർബ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. വേർബ് അതുപോലെ ഒരു അഡ്ജക്റ്റീവ് അതുപോലെ മറ്റൊരു ആഡ്വേർബിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ആഡ്വേർബ്. ആഡ്വേർബ് പല രീതിയിൽ അപ്പിയർ ചെയ്യാറുണ്ട്. ഫ്രീക്വൻസി, മാനർ, ടൈം, പ്ലേസ്, ഡിഗ്രി, മെനി തിങ്സ്. സോ ഇതൊക്കെ അതിൻ്റെ ഓരോ ടൈപ്പായിട്ടാണ് കണക്കാക്കുന്നത്. പർട്ടിക്കുലർ കാറ്റഗറൈസേഷൻ അല്ല. പകരം ആഡ്വേർബ്സിന് പല രീതിയിൽ കാണാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആഡ്വേർബ് ഓഫ് നമുക്കൊരു വേർബിൻ്റെ കൂടെ ക്വാളിഫൈ ചെയ്തിടുമ്പോൾ ഹീ വാക്സ് വെരി സ്ലോലി എന്ന് പറഞ്ഞ് ഒരു ആഡ്വേർബ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വെരി സ്ലോലി എന്ന് പറയുമ്പോൾ സോ വെരി സ്ലോലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാനറിസത്തെയാണ്, എങ്ങനെ ചെയ്തു എന്നുള്ളത്. സോ ഓരോ ആഡ്വേർബ്സും ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മെന്റ് ടു ബി ആസ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇവിടെ ആഡ്വേർബ് എന്ന് പറഞ്ഞു, നമ്മളൊരു ആഡ്വേർബിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ക്ലോസ് എന്ന് പറയുന്നത് ആഡ്വേർബ് ക്ലോസ്. സോ ക്ലോസ് ദാറ്റ് മീൻസ് മോർ ദാൻ വൺ വേർഡ് ആയിരിക്കും, കുറച്ചുകൂടി സെൻറ്റൻസുമായിട്ട് കുറച്ചുകൂടി റിലേറ്റഡ് ആയിരിക്കും. സോ ഓൾ ദിസ് കംസ് അണ്ടർ ആഡ്വേർബ് ക്ലോസ്. സോ ആഡ്വേർബ് ക്ലോസിൻ്റെ ഡ്യൂട്ടി ഈ പറഞ്ഞ ഓക്കെ. സോ അങ്ങനെയുള്ള ഓരോ മാനറിസം ആണ് അതിൽ വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് ആഡ്വേർബ് ക്ലോസിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അത് ഏതൊക്കെ വേർഡ്സ് ആണ് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്ലോസും ഞാൻ പറഞ്ഞു, നമുക്ക് മെയിൻ ക്ലോസും ഡിപ്പെൻഡൻറ്റ് ക്ലോസും ആണ്. ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസിലാണ് ഇതെല്ലാം വരുന്നത്. നൗൺ ക്ലോസ് ആയിക്കോട്ടെ, ആഡ്വേർബ് ക്ലോസ് ആയിക്കോട്ടെ, എല്ലാം വരുന്നത് ഡിപ്പെൻഡൻറ്റ് ക്ലോസിലാണ്. ഡിപ്പെൻഡൻറ്റ് ക്ലോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു കാര്യം. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ആ ക്ലോസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ ക്ലോസിലേക്ക് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫാക്ടർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വേർഡ് ഉണ്ടാവും. അതാണ് അതിനെ ആ ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറ്റുന്നത്. സോ ഇവിടെ നമുക്ക് ഓരോ ആഡ്വേർബ് ക്ലോസിനും അതിനൊരു തുടക്കം കാണാം. അതായിരിക്കും അവിടെ ആഡ്വേർബായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നിലും നോക്കാം. സോ ഫൈൻ ട്യൂൺ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ 10 എക്സാമ്പിൾസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഈ 10 എക്സാമ്പിൾസിനും പ്രത്യേകതകളുണ്ട്. കാരണം ഇതൊരു കണക്റ്റഡ് സ്റ്റോറിയാണ്, ഒരു 10 സെൻറ്റൻസ് ഓഫ് എ സ്റ്റോറി. കാരണം ഒരു കഥ തന്നെയാണ് എല്ലാത്തിലും പറഞ്ഞു പോകുന്നത്. അപ്പോൾ പല പല സീക്വൻസ് ആയിട്ട് അതിൽ പറയുമ്പോൾ ഇതിലെ ഓരോ സെൻറ്റൻസിലും ആഡ്വേർബ്സ് ഉണ്ട്. ആ ഓരോ ആഡ്വേർബ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോരോ കാര്യങ്ങളെയാണ്. ഓക്കെ, സോ അതെന്തൊക്കെയാണെന്നാണ് അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിങ്ങളെ ഒരുപാട് ആഡ്വേർബ്സുമായിട്ട് ഫസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ആഡ്വേർബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, while it was wandering in the field a donkey happened While it was wandering in the field, a donkey happened to fall into a well. ഇതിൽ ഇറ്റാലിസൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ സെൻറ്റൻസിലും ഇറ്റാലിസൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പോർഷൻ ആണ് നിങ്ങൾക്ക് ഇതിൽ ആഡ്വേർബ് ക്ലോസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് while it was wandering in the field. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വയൽ എന്ന് പറയുന്നതാണ് ഇവിടെ ഒരു ഡിപ്പെൻഡിങ് ഫാക്ടറായിട്ട് വരുന്നത്. കാരണം ഇറ്റ് വാസ് വാണ്ടറിങ് ഇൻ ദ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതൊന്നുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യല്ല, അതങ്ങനെ അലഞ്ഞു നടക്കുമായിരുന്നു എന്നുള്ളൊരു നമുക്കൊരു മീനിങ് കിട്ടും. പക്ഷെ ഇവിടെ അതിനെ അലഞ്ഞ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിനെന്തോ സംഭവിച്ചു. സോ ദാറ്റ് ഈസ് എ ഡിപ്പെൻഡിങ് ആക്കി കൊണ്ടുവന്നതിന് ശേഷം അതിനൊരു ഫേവറബിൾ ആയിട്ടുള്ള ഫ്രേസ് പിന്നീട് ആഡ് ചെയ്തേക്കാണ്. ഡോങ്കി ഹാപ്പൻ ടു ഫോൾ ഇൻ ടു വെൽ. അത് അലഞ്ഞ് നടന്നിരുന്ന സമയത്ത് അത് ഒരു കിണറ്റിലേക്ക് വീണുപോയി. അപ്പോൾ ഇങ്ങനെ ഒരു ഡിപ്പെൻഡൻസി കൊടുക്കുന്നതിൻ്റെ ഡ്യൂട്ടിയാണ് ഇവിടെ വയൽ എന്ന ടേമിന് വരുന്നത്. ഈ വയൽ എന്ന ടേം ആണ് ഇവിടെ ആഡ്വേർബായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഇത്രയും കാര്യങ്ങളാണ് ആഡ്വേർബ് ക്ലോസ്. ദാറ്റ് മീൻസ് ആ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസ് എന്ന് പറയുന്നത് ആഡ്വേർബായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ ഈസ് ആഡ്വേർബ് ഓഫ്. ഇതിലെ ഓരോ എക്സാമ്പിൾസും നിങ്ങൾക്ക് കുറേ കൂടെ കാര്യം ഡെപ്തിൽ അറിയാൻ വേണ്ടിയായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ആഡ്വേർബ് ക്ലോസ് ഓഫ് റീസൺ. ആഡ്വേർബ് ക്ലോസ് ഓഫ് റീസൺ അല്ലെങ്കിൽ കോസ് എന്ന് പറയുന്നത് ഒരു കാര്യം നടന്നു, ആ കാര്യം എന്തിനു വേണ്ടി നടന്നു എന്നുള്ള
അതിനുള്ള റീസൺ, മാനറിസം അല്ല, എന്തിനു വേണ്ടി നടന്നു, അതെന്തായിരുന്നു അതിൻ്റെ റിസൾട്ട്, കാരണം എന്തായിരുന്നു എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടി വേർബിന് ശേഷം അത് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആഡ്വേർബ് ക്ലോസ് എന്ന് പറയുന്നത്. അതിന് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ്, ദാറ്റ് മീൻസ് ആഡ്വേർബ് ക്ലോസ് തുടങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറയുന്നത് ലൈക്ക് കൺജങ്ഷൻസ് ലൈക്ക് ഇല്ല, ഓക്കെ, I can't undo it, wait, so conjunctions യൂസ് ചെയ്യുന്ന conjunctions എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ as, then, since, because, all these comes under reasoning. ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആഡ്വേർബ്സ് എപ്പോഴും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്, നമുക്ക് തന്നെ അറിയാം. The rain had stopped before the meeting commenced. Okay, the rain had stopped before the meeting commenced. Before എന്ന് പറയുന്നതാണ് അവിടെ term ആയിട്ട് വന്നിരിക്കുന്നത്. Okay, so here it is before. The next one is absolute silence prevailed once the function start. Before meeting commenced, once the function, again once, ഒരിക്കൽ സമയത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. About absolute silence prevailed, നിലനിന്നു, എപ്പോൾ നിലനിന്നു, once the function started, ആ പരിപാടി തുടങ്ങുന്ന ആ സമയത്ത്. ഓക്കെ, the rain had stopped, നിന്നു, സ്റ്റോപ്പ് എന്ന് പറയുന്നതാണ് അവിടെ ആക്ഷൻ. ആ ആക്ഷൻ അല്ലെങ്കിൽ ആ വേർബിനെയാണ് നമുക്ക് ഡീറ്റെയിൽ ചെയ്യേണ്ടത്. ആ വേർബിനെ ഡീറ്റെയിൽ ചെയ്യുന്ന ആഡ്വേർബ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് വരും, ബിഫോർ. ബിഫോർ എപ്പോൾ, മുമ്പ്, നിന്നത് എപ്പോഴാണ്, മുമ്പ്. ദ മീറ്റിംഗ് കമൻസ്, ക്ലോസ് എന്ന് പറയുന്നത് ബിഫോർ ദ മീറ്റിംഗ് കമൻസ്, ആഡ്വേർബ് എന്ന് പറയുന്നത് ബിഫോർ, then all those. So adana രണ്ട് example. The audience kept on clapping thunderously till the chief guest reached the stage. Audience kept on clapping thunderously till the chief guest reached the stage. Okay, ഇവിടെ ഒരു ചെറിയ എറർ ഉണ്ട്, ദാറ്റ് ഈസ് ടെക്സ്റ്റിൽ ഇറ്റാലിസൈസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അത് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ടൈമിൽ തന്നെ പെടുത്താൻ പറ്റില്ല. കാരണം ദ ഓഡിയൻസ് കെപ്റ്റ് ഓൺ ക്ലാപ്പിംഗ് തണ്ടറസ്ലി എന്ന് പറഞ്ഞാൽ, ക്ലാപ്പിംഗ് തണ്ടറസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനറിസമാണ്. എങ്ങനെയായിരുന്നു ക്ലാപ്പിംഗ്, ഇറ്റ് വാസ് ഹൈ വോയിസ്. ടിൽ എന്ന് പറയുന്നതാണ് അവിടെ ആഡ്വേർബായിട്ട് നമുക്ക് വരേണ്ടത്, എപ്പോൾ വരെ, till the chief guest reached. സോ അത് ഒരു എററാണ്, അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ എക്സാമ്പിൾ നോക്കണം എന്നില്ല. സോ അതിൽ രണ്ട് ആഡ്വേർബിൻ്റെ യൂസ് വന്നിട്ടുണ്ട്, ടൈമും മാനറിസവും വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ. ക്ലാപ്പിംഗ് തണ്ടറസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഡ്വേർബ് ഓഫ് മാനറിസമാണ്. ടില്ലാണ് അവിടെ ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആഡ്വേർബായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ഓക്കെ, വെൻ ക്ലോസസ് ഫോർ എക്സാമ്പിൾ, ദാറ്റ് മീൻസ് അത് ഒരുപാട് കേസസിൽ നിങ്ങൾക്ക് വരാറുണ്ട്. ഇപ്പം ആദ്യം പറയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ വേർഡായിട്ടും വെൻ വരാറുണ്ട്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയുന്ന വെൻ ദ മാച്ച് വിൽ ബിഗിൻ, സ്വാഭാവികമായിട്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ വേർഡായിട്ടാണ് കണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ കൺജങ്ഷനിൽ കണ്ടു, ഇനിയിപ്പോൾ ആഡ്വേർബ് ഓഫ് ടൈമിലും കണ്ടു. അപ്പോൾ ഓരോ കേസിലും ദ മീറ്റിംഗ് വാസ് എബൌട്ട് ടു കൺക്ലൂഡ് വെൻ എ പാർട്ട് ഓഫ് സ്റ്റേജ് കൊളാപ്സ്ഡ്. അവിടെ വെൻ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്, ആഡ്വേർബായിട്ടാണ്. കൺക്ലൂഡ് ചെയ്യാൻ പോയപ്പോൾ എന്തോ സംഭവിച്ചു, കൺക്ലൂഡ് ചെയ്യാൻ പോയപ്പോൾ, കൺക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ വേർബ് ഇവിടെ. ആ വേർബിനെയാണ് നമുക്ക് ആഡ്വേർബ് യൂസ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ കൺക്ലൂഡ് വെൻ, എപ്പോൾ, ആ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, സ്റ്റേജിൻ്റെ ഒരു ഭാഗം തകർന്നു വീണു. സോ അവിടെ വെൻ എന്ന് പറയുന്നത് ആഡ്വേർബ് ഓഫ് ടൈം ആണ്. അതുപോലെ തന്നെ അതിന് ശേഷം വരുന്ന കാര്യങ്ങൾ ആഡ്വേർബ് ഓഫ് ക്ലോസ് ആണ്, ആഡ്വേർബ് ക്ലോസ് ആണ് ടൈമിൽ തന്നെ. ഓക്കെ, സോ ഓൾ ദീസ് കംസ് അണ്ടർ ടൈം. ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആഡ്വേർബ്സ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ആഡ്വേർബ് ഓഫ് കൺസെഷൻ. കൺസെഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ആദ്യത്തെ എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, കൺസെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് എലമെൻറ്റ് കൊടുക്കുന്നതാണ് കൺസെഷൻ. ഓക്കെ, സർപ്രൈസിങ് എലമെൻറ്റ്സ്. Though the train started late, it reached its destination on time. വൈകി തുടങ്ങിയെങ്കിലും സമയത്ത് തന്നെ അതെത്തി. ഓക്കെ, സോ ഇവിടെ ആ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത് ഒരു സർപ്രൈസിങ് എലമെൻ്റ് ആണ്. ഇൻ ദിസ് ടു സെൻറ്റൻസ് വാട്ട് ഇസ് സെറ്റ് ഇൻ ദ മെയിൻ ക്ലോസ് ഇസ് സർപ്രൈസിങ് ഇൻ ദ ലൈറ്റ് ഓഫ് വാട്ട് ദ ഡിപെൻഡൻറ്റ് ക്ലോസ് സേസ്. Such clauses are called adverb clause of concession. സോ ആ ഒരു വാക്ക് ഓർത്തിരുന്നാൽ മതി, ദോ എന്നുള്ള യൂസേജ്.
ഓക്കെ, മെയിൻ കേസസിലും നിങ്ങൾക്ക് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും എക്സാമ്പിളായിട്ട് ദോ വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുകയായിരിക്കും കുറച്ചുകൂടി കൺവീനിയൻറ്റ്. ഇവിടെ ദോ എന്ന ടേം യൂസ് ചെയ്തിട്ടാണ് അവിടെ കൺസെഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആഡ്വർബ് ക്ലോസ് ഓഫ് കൺസെഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ആൻഡ് നെക്സ്റ്റ് വൺ കുറച്ചുകൂടെ കൺസെഷനിൽ നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന ഒരു കാര്യമല്ല, കണ്ടീഷണൽ ക്ലോസസിലായിരിക്കും ഇഫ് വരുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. കണ്ടീഷണൽ ക്ലോസസിൽ വരും ഇഫ് ഹി ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ ഹി ഈസ് ഗുഡ് അറ്റ് റൈറ്റിംഗ്. ബട്ട് it's not a proper usage when you think about the conditional clause. If he does not speak English well, he won't be able to appear for the exam. അങ്ങനെ എന്തെങ്കിലും ആക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടി നിങ്ങളോട് കമ്മ്യൂണിക്കേബിൾ ആയിരിക്കും, അത് കുറച്ചുകൂടെ. സോ ഐ തിങ്ക് ഇറ്റ്സ് മോർ ബെനിഫിഷ്യൽ. ഓക്കെ, തമ്മിലുണ്ട്. Okay, so last one more clause, that is adverb clause of comparison. ഓക്കെ, ഇനി റിമെയിൻ ചെയ്യുന്നത് അതൊരെണ്ണമാണ് ആഡ്വർബ് ക്ലോസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ക്ലോസസ് കണ്ടു. ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം കണ്ടു, ആഡ്വർബ് ക്ലോസ് ഓഫ് പ്ലേസ് കണ്ടു, അതുപോലെ മാനറിസംസ് ഫസ്റ്റ് എക്സാമ്പിളിൽ കണ്ടു, അതുപോലെ റീസൺ, പേർപ്പസ്, ഇങ്ങനെയുള്ള ഓരോന്ന് കണ്ടു. There are two types of comparison clauses, that is adverb clause of manner and adverb clause of degree. നമ്മൾ കണ്ട ആ ഫസ്റ്റ് 10 എക്സാമ്പിളിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതായിരുന്നു adverb clause of degree. ഡിഗ്രി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോൾ, ടോളർ, ടോളസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ അളവ് പറയുന്നതാണ് ഡിഗ്രിയുടെ ലെവലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ അതിനൊക്കെയാണ് ഡിഗ്രിയുടെ കാറ്റഗറിയിൽ വരികയും ചെയ്യുന്നത്. ആഡ്വർബ് ക്ലോസ് ഓഫ് മാനർ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്തു എന്നുള്ളത്, അതിൻ്റെ പ്രവൃത്തിയുടെ ശൈലി എന്തായിരുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് മാനറിസം വരുന്നത്. ഷീ വെപ്റ്റ് ആസ് ഇഫ് ഹെർ ഹാർട്ട് വുഡ് ബ്രേക്ക് എന്ന് വെച്ചാൽ അവൾ കരഞ്ഞത് എന്താ, ചങ്ക് പൊട്ടി കരയുന്ന രീതിയിലായിരുന്നു. ദാറ്റ് മീൻസ് അത്രയും വിഷമത്തോടുകൂടി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവളുടെ ആ ഒരു മാനറിസം ആയിരുന്നു അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ മാനറിസത്തിൽ ഈ ഡെപ്തിലുള്ള എക്സാമ്പിളിലേക്കാളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹി വോക്ക് സ്വിഫ്റ്റ്ലി, ഹി വോക്ക് സ്ലോലി എങ്ങനെയാണ് നടന്നത്, പതുക്കെ നടന്നത്. സോ അതൊക്കെ മാനറിസം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. ഓക്കെ, ഡു ഇറ്റ് ആസ് ഐ ഡു, ഞാൻ ചെയ്തതുപോലെ ചെയ്യുക, അത് കുറച്ചുകൂടി ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ചെയ്തതുപോലെ ചെയ്യാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. നെക്സ്റ്റ് വൺ ആഡ്വർബ് ക്ലോസ് ഓഫ് ഡിഗ്രി. ഹി ഈസ് സ്റ്റുപ്പിഡ് ആസ് ഹി ഈസ്, ഷീ ഈസ് പ്രൗഡ്. കമ്പാരിസൺ. ഓക്കെ, ഒരർത്ഥത്തിൽ മറ്റൊരാൾ ഇങ്ങനെയാണെങ്കിൽ മറ്റൊരാളായാലും കൂടിയതാണ്. ദ മോർ യു amass, the greedier you get. The greedier you get, maximum. ഓക്കെ, സോ ഇങ്ങനെ ഓരോ രീതിയിലും കമ്പാരിസൺ തമ്മിൽ കമ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ മാനറിസത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നതുമായ കാര്യങ്ങളാണ് ഇതിൽ രണ്ടും വരുന്നത്. ഷീ ഈസ് ഫാർ ലെസ്